ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈവനിങ് വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് പലഹാരത്തിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഈവനിങ് പലഹാരം പറഞ്ഞാൽ നമ്മളെ മുട്ട ബജിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. എങ്ങനെ ശരിക്ക് ഞാൻ കഴിച്ചിട്ടുമില്ല കേട്ടോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. അത് പൊയിങ്ങുമ്പോൾ നമ്മൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും അങ്ങനെ 2 അടുപ്പിലായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളെ മോളൂസും ഓളെ കുറച്ച് കൂട്ടുകാരികളും ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ സിറ്റ് ഔട്ടിൽ വന്ന് ഓലെ കളിയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ നമ്മൾ മുട്ട ബജി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കിയിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് കിച്ചണിക്ക് തന്നെ വന്ന് അതിനുള്ള മാവൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കടലമാവും അതേപോലെ തന്നെ കുറച്ച് മൈദയും പാടെ കൂട്ടിങ്ങാണ്ടാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുക്കണത്. പിന്നെ കുറച്ച് നുള്ള് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകും പൊടി കുറച്ച് കുറവേനി കേട്ടോ. കുറച്ചും പാടെ ഇട്ട് കൊടുത്താൽ ഒന്നും പാടെ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നിയിട്ട് പിന്നീട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് നമ്മൾ അപ്പസോഡല്ലേ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണമല്ലേ. അങ്ങനെ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മാവൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് മുട്ട ബജി ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഇത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മാവൊക്കെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ നമ്മൾ ചായക്ക് വെച്ച വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ചായയൊക്കെ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ച് നമ്മൾ അപ്പുറത്തെ അടുപ്പ് ചെറിയൊരു അടുപ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ മുട്ട റെഡി ആവണുള്ളൂ കേട്ടോ. വെള്ളം തന്നെ ശരിക്കും തിളച്ചിട്ടില്ല, തിളച്ച് വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് ഓഫാക്കിയാണ്ട് ഞാൻ ഇപ്പോഴത്തെ അടുപ്പിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ചായക്കുള്ള പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മോളൂസിൻ്റെ കളിക്കാരൊക്കെ പോയ വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ ഓള്. അപ്പോൾ ഇതാ ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കണത്. അപ്പോൾ ഇതാ ഞാനിവിടെ മുട്ടയൊക്കെ റെഡി ആയപ്പോൾ അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിന് കേട്ടോ, പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടി. അപ്പോൾ ചൂടൊക്കെ അറിയപ്പോൾ ഞാനതൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മോളൂസിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. അത് എപ്പോഴാവുക എന്ന് ചോദിച്ച് അർജൻറ്റ് കൂട്ടിങ്ങാണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ടയൊക്കെ ഒന്ന് നടുക് കീറിയെടുക്കണം കേട്ടോ. ഒരു മുട്ട 2 പീസാക്കിങ്ങാണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത്. അങ്ങനെ ഞാനിതാ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോത്തിന് മുട്ടയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് മാവിൽ മുക്കിങ്ങാണ്ട് പൊരിച്ചെടുക്കട്ടോ. അപ്പോൾ ഞാൻ എല്ലാതൊന്നും പൊരിക്കണമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കാണിക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ. ആ മാവിലൊന്നും ജസ്റ്റ് ഒന്ന് മുക്കുക, അതേപോലെ പൊരിച്ചെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനിനി എല്ലാതൊന്ന് പൊരിച്ചെടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഓരോന്നായി ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മോളൂസിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. ഓളങ്ങനെ പാളി വെക്കിക്കൊണ്ട് ഓൾ എൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റൂള് കൊടുന്നിട്ടേക്കാണ് കേട്ടോ. ഓൾക്ക് ചട്ടിക്ക് ശരിക്കും കാണാനായിട്ട്. അങ്ങനെ പിന്നെ ഫുള്ളായിട്ട് പൊരിച്ച് കഴിഞ്ഞ് ഓൾക്ക് പെട്ടെന്ന് തന്നെ ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓൾ അർജൻറ്റ് കൊണ്ട്. അങ്ങനെ പിന്നെ ഓളപ്പം തന്നെ ഇരുന്നാണ്ട് ഞാനും ഉമ്മയൊക്കെ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഓള് അർജൻറ്റിൽ കടിച്ചുങ്ങാണ്ട് വായൊക്കെ പൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണത്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളെ ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.